പളുങ്ക് മതിലുകളുള്ള കൊട്ടാരങ്ങളിൽ ഭാഗ്യദേവതയായ ലക്ഷ്മിക്കൊപ്പം വൈകുണ്ഠത്തിലാണ് വിഷ്ണുനാരായണൻ വസിക്കുന്നത്. അവിടെയുള്ള ആരാമങ്ങൾ അന്തിമ വിമോചനം പോലെ തിളങ്ങുകയും വർഷം മുഴുവനും പൂക്കുന്ന ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന മരങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. സുഗന്ധമുള്ള കാറ്റ് വീശുന്നു. ജലാശയങ്ങൾക്ക് സമീപം തേൻ ഇഴയുന്ന വള്ളിച്ചെടികൾ. വിദേശ പക്ഷികളുടെ കരച്ചിൽ തേനീച്ചകളുടെ മുഴക്കവുമായി ഇടകലരുന്നു. എല്ലായിടത്തും ഗംഭീരമായ പൂക്കൾ വിരിയുന്നു. വിഷ്ണുഭക്തർ അവരുടെ സുന്ദരികളായ ഭാര്യമാരോടൊപ്പം ആഭരണങ്ങളും മരതകങ്ങളും സ്വർണവും കൊണ്ട് നിർമ്മിച്ച് ആകാശവാഹനങ്ങളിൽ സഞ്ചരിക്കുന്നു. എന്നാൽ ഈ മണ്ഡലത്തിലെ സുന്ദരികളായ പുഞ്ചിരിക്കുന്ന നിവാസികൾക്ക് എതിർലിംഗത്തിലുള്ളവരുടെ മനസ്സിനെ വ്യതിചലിപ്പിക്കാൻ കഴിയില്ല. കാരണം എല്ലാവരും കൃഷ്ണനിൽ ലയിച്ചിരിക്കുന്നു. അവിടെ യാഗങ്ങളുടെ നാഥനും പ്രപഞ്ചനാഥനുമായ ശ്രീയുടെ നാഥൻ സുനന്ദ്, നന്ദ്, പ്രബല്, അർഹന തുടങ്ങിയവർ അദ്ദേഹത്തിന്റെ പരിചാരകരിൽ പ്രധാനികളായിരുന്നു. അവർ ഭഗവാനെ സേവിച്ചു. അവൻ തന്റെ സേവകരെ നോക്കി തന്റെ പ്രീതി കാണിച്ചു. ആ നോട്ടം മത്തുപിടിപ്പിക്കുന്നതായിരുന്നു. അവന്റെ മുഖം മനോഹരമായ പുഞ്ചിരിയാൽ തിളങ്ങി. അവന്റെ കണ്ണുകൾ ചുവന്നു. അയാൾ ഒരു കുണ്ടലവും കമ്മലും ധരിച്ചിരുന്നു. കൂടാതെ 4 കൈകളും ഉണ്ടായിരുന്നു. അവന്റെ വസ്ത്രങ്ങൾ മഞ്ഞയായിരുന്നു. അവന്റെ നെഞ്ചിൽ ശ്രീവത്സത്തിന്റെ അടയാളം കാണാൻ കഴിയും. അവൻ ഒരു പരമോന്നത സിംഹാസനത്തിൽ ആരാധിക്കപ്പെട്ടു. 5 ശക്തികളാൽ ചുറ്റപ്പെട്ടു. അവന്റെ വ്യക്തിപരമായ അധികാരങ്ങൾ അവനോടൊപ്പമുണ്ട്. അതുപോലെ ചെറുതും താൽക്കാലികവുമായ അധികാരങ്ങളും. തന്റെ വാസസ്ഥലത്ത് തമ്പുരാൻ ആനന്ദം കണ്ടെത്തി. ഈ ആരാധനയിലൂടെ പ്രഗത്ഭൻ പ്രസാദിച്ചു. അവൻ തന്റെ പരമമായ ലോകം കാണിച്ചുകൊടുത്തു. ഇതിലും ശ്രേഷ്ഠമായ ഒന്നുമില്ല. എല്ലാത്തരം കഷ്ടപ്പാടുകളും അവിടെയില്ല. ആശയക്കുഴപ്പവും ഭയവും ഇല്ല. സ്വന്തത്തെ സാക്ഷാത്കരിച്ചവർ വാഴ്ത്തുന്ന ഇടം. അവിടെ രജസ്സും തമസും ഇല്ല. ഇവ സത്വത്തിൽ കലരുന്നില്ല. അവിടെ കാലത്തിന് ശക്തിയില്ല. അവിടെ മായയില്ല. മറ്റു കാര്യങ്ങളെക്കുറിച്ചല്ല. അവിടെ ഹരിയെ അനുഗമിക്കുന്നവരെ ദേവന്മാരും അസുരന്മാരും ആരാധിക്കുന്നു. അവയുടെ തിളക്കം കടും നീലയാണ്. അവരുടെ കണ്ണുകൾ 100 ഇതളുകളുള്ള താമരകൾ പോലെയാണ്. അവരുടെ വസ്ത്രങ്ങൾ മഞ്ഞയാണ്. അവർ വളരെ സുന്ദരന്മാരാണ്. അവരുടെ ശരീരം വളരെ നന്നായി രൂപപ്പെട്ടിരിക്കുന്നു. തിളങ്ങുന്ന രത്നങ്ങളാൽ അലങ്കരിച്ച് 4 കൈകൾ അവർക്കെല്ലാം ഉണ്ട്. വിശിഷ്ടമായ സ്വർണ്ണാഭരണങ്ങൾ അത്യധികം തിളക്കമുള്ളതാണ്. അവ പവിഴം, ലാബിസ് ലാസുലി, താമര എന്നിവ പോലെ തിളങ്ങുന്നു. കമ്മലുകൾ പൂക്കുന്നതായി തോന്നുന്നു. അവർ വജ്രങ്ങളും മാലകളും ധരിക്കുന്നു. ആ തിളങ്ങുന്ന ലോകത്തിന്റെ എല്ലാ വശങ്ങളിലും മഹാത്മാക്കളുടെ ഉജ്ജ്വലമായ വിമാനങ്ങളുടെ നിരകൾ ഉണ്ട്. ശ്രേഷ്ഠ സ്ത്രീകളുടെ നിറം മിന്നൽ പോലെയാണ്. മിന്നൽ പിണരുകൾ നിറഞ്ഞ മേഘക്കൂട്ടങ്ങളാൽ മൂടപ്പെട്ട ആകാശം പോലെയാണ് ഈ സ്ഥലം. മൂർത്തീഭാവത്തിൽ ശ്രീ ഭഗവാന്റെ പാദങ്ങളിലേക്ക് ചായുന്നു. പലതരം പ്രൗഢികളിൽ അവൾ അവനെ ബഹുമാനിക്കുന്നു. തന്റെ പ്രിയപ്പെട്ടവന്റെ പ്രവൃത്തികളെക്കുറിച്ച് അവൾ പാടുന്നു. വസന്തത്തെ പിന്തുടരുന്ന തേനീച്ചകൾ ശ്രീയെക്കുറിച്ച് സ്തുതിവാക്കുകൾ പാടുന്നു. ഓം എന്ന അക്ഷരം നേരിട്ട് പരമാനന്ദം നിറഞ്ഞ പരമേശ്വരനാണ്. ആ, ഊ, മ് എന്നീ 3 ശബ്ദങ്ങൾ ചേർന്ന് പ്രണവം ഓം ആയി മാറുന്നു. പ്രണവം പലതവണ ഉച്ചരിക്കുന്ന യോഗി ആവർത്തിച്ചുള്ള ഭൗതിക ജന്മത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മുക്തനാകുന്നു. ഓം നമോ നാരായണായ എന്ന ഈ മന്ത്രത്താൽ ഭഗവാനെ ഭജിക്കുന്ന ഒരാൾ തീർച്ചയായും ബോധത്താൽ തിളങ്ങുന്ന താമരയായ വൈകുണ്ഠത്തിന്റെ അതീന്ദ്രിയ മണ്ഡലത്തിലേക്ക് പോകും. അതീന്ദ്രിയമായ ഭഗവാൻ ദേവകിയുടെ പുത്രനായും മധുസൂദനനായും പുണ്ഡരീകാക്ഷനായും വിഷ്ണുവെന്നും അച്യുതനായും അറിയപ്പെടുന്നു. എല്ലാ ജീവജാലങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു നാരായണൻ. അവനാണ് എല്ലാ കാരണങ്ങളുടെയും കാരണം. പരമമായ ബ്രഹ്മം. എല്ലാവരിലും മഹാവിഷ്ണുവിന്റെ ഐശ്വര്യം ഉണ്ടാവട്ടെ.